നമസ്കാരം, 4 ന്യൂസിലേക്ക് സ്വാഗതം. നമുക്കറിയാം എത്ര ക്രൂരമായാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന്. നിരവധി നിരപരാധികളുടെ ജീവനാണ് ഇല്ലാതാകുന്നതും. ഇസ്രായേലിന്റെ ഈ കണ്ണില്ലാ ക്രൂരത ആരംഭിച്ചിട്ട് 3 മാസം എത്തി നിൽക്കുമ്പോഴും ക്രൂര നടപടി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിന് മേൽ പലതരത്തിലുള്ള ആക്രമണങ്ങളും പലസ്തീൻ അനുകൂലിക്കുന്നവർ നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്, അതും ഇന്ത്യയിൽ നിന്നും. ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ സമീപ പ്രദേശങ്ങളിൽ സ്ഫോടനമുണ്ടായി എന്ന് വിവരം ലഭിച്ചതായി ഡൽഹി പോലീസ്. എംബസിയുടെ അടുത്ത് സ്ഫോടനം നടന്നതിന്റെ വലിയ ശബ്ദം കേട്ടുവെന്നും വ്യാപകമായി പുക ഉയർന്നുവെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. സംഭവം നടക്കുമ്പോൾ സമീപത്തുണ്ടായവരാണ് പോലീസിന് വിവരം നൽകിയതെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് നിന്ന് ഇതുവരെ സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വിഷയത്തിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ ക്രൈം യൂണിറ്റ് സംഘവും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് തങ്ങൾക്കൊരു കോൾ ലഭിച്ചതായി ഡൽഹി ഫയർ സർവീസ് ഡയറക്ടർ അതുൽ ഗാർഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എംബസിക്ക് കൂടുതൽ സുരക്ഷയൊരുക്കിയിട്ടുണ്ടെന്നും ഓഫീസ് കെട്ടിടം കടുത്ത ജാഗ്രതയിലാണെന്നും അതുൽ ഗാർഗ് വ്യക്തമാക്കി. അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ പൗരന്മാർക്ക് യാത്രാ നിർദ്ദേശവുമായി ഇസ്രായേലും രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ഫോടനം ഒരു ഭീകരാക്രമണം ആയിരിക്കാമെന്നും കൗൺസിൽ പറഞ്ഞു. എന്നാൽ യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ എതിർത്ത നിരവധി പേർ രംഗത്തു വന്നിരുന്നു. എന്നാൽ യുദ്ധത്തിന്റെ അതിക്രൂര മുഖം ലോകം കണ്ടതോടെ പിന്നീട് പലസ്തീനൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യക്കകത്തു പോലും ഇസ്രായേൽ ഹമാസ് വിഷയം വളരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. മോദിയുടെ നയതന്ത്ര പരാജയമാണിതെന്നും വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യതലസ്ഥാനത്തെ നയതന്ത്ര മേഖലയായ ചാണക്യപുരി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ എംബസിക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത്. ഭീകരവാദികൾ എന്ന് ഒരു സംഘം പറയുമ്പോൾ എന്തുകൊണ്ട് ഒരുപക്ഷെ പലസ്തീൻ അനുകൂലികളായിക്കൂടാ എന്ന് ചിന്തിക്കുന്നില്ല. കാരണം നമുക്കറിയാം പലസ്തീനുകാർക്ക് ഇന്ന് പിന്തുണ ഏറി വരികയാണ്. അതിന് കാരണം തന്നെ ഇസ്രായേലിന്റെ നരനായിട്ടാണ്. ഒരുപക്ഷെ ആ ക്രൂര നടപടിക്ക് ഒരു തിരിച്ചടി എന്നോണമാവാം ഇപ്പോൾ ഡൽഹിയിലെ എംബസിക്ക് നേരെ നടന്ന ഈ ആക്രമണവും. ഇസ്രായേലിന് അടിതെറ്റുക തന്നെയാണ് ചെയ്യുന്നതും. ഇസ്രായേലിന് മേൽ ആക്രമണം വ്യാപിച്ചിരിക്കുകയാണ്. യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി സാധാരണക്കാരെ കൊല്ലാക്കൊല ചെയ്യാനാണ് ഇസ്രായേൽ തീരുമാനമെങ്കിൽ ഇനിയും തിരിച്ചടി നേരിടേണ്ടി വരും ഇസ്രായേൽ. ആ തിരിച്ചടി ലോകം മുഴുവൻ വ്യാപിക്കാനും സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടന്ന ഈ സ്ഫോടനം പോലും.